ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി 2 പ്രോഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹവിന്ദ ബ്രാൻഡിൽ വരുന്ന ഒരു നാച്ചുറൽ ഹെയർ ഷാമ്പൂവും അതുപോലെ നാച്ചുറൽ ഹെയർ കണ്ടീഷണറുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഹവിന്ദയുടെ നാച്ചുറൽ ഷാമ്പൂവും നാച്ചുറൽ കണ്ടീഷണറും വരുന്നത് പൗഡർ ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷാമ്പൂ ആയിട്ടും ഹെയർ പാക്കായിട്ടും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നെല്ലിക്ക, അതുപോലെ തന്നെ ശിക്കാക്കായി, അതുപോലെ തന്നെ ഉലുവ പൗഡർ. ഈ ഐറ്റംസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഹെയറിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനെ ക്ലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ സോഫ്റ്റ് ആക്കി വെക്കാനും സിൽക്കി ആൻഡ് ഷൈനി ആക്കി വയ്ക്കാനും നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്പ്ലിറ്റൻസ് ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഇല്ലാതാക്കുന്നതിനും ഹവിന്ദയുടെ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞാൽ നമുക്കിത് ഹെയർ പാക്കായിട്ടും അതുപോലെ തന്നെ ഷാമ്പൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഷാമ്പൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി നമ്മൾ പൗഡർ മിക്സ് ചെയ്തെടുക്കണം. അതല്ല ഹെയർ പാക്ക് ആണെങ്കിൽ തിക്കായിട്ട് നമ്മൾ പൗഡർ മിക്സ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് വരുന്നത് ഹവിന്ദയുടെ നാച്ചുറൽ ഹെയർ കണ്ടീഷണർ ആണ് വരുന്നത്. ഇതിലും സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ആംല, റീത്ത പൗഡർ, അതുപോലെ ശിക്കാക്കായി. കൂടാതെ ഇതിനകത്ത് മറ്റൊരു ഐറ്റം വരുന്നത് അലോവേറ ആഡ് ചെയ്തിട്ടുണ്ട്, ഹിബിസ്കസ് അതായത് നമ്മുടെ ചെമ്പരത്തി പൂവ് ആഡ് ചെയ്തിട്ടുണ്ട്, മുൾട്ടാനി മിട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാമ്പൂവിൽ ആഡ് ചെയ്തിട്ടുള്ള ഉലുവ പൗഡർ, മേത്തിദാന പൗഡർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹവിന്ദയുടെ ഹെയർ ഷാമ്പൂ ആണ് മിക്സ് ചെയ്യുന്നത്. 2 സ്പൂൺ ഫൈൻ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഹെയറിനനുസരിച്ചുള്ളത് വേണം എടുക്കാൻ കേട്ടോ. ഇതിലേക്ക് ഞാൻ ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 30 മിനിറ്റ് നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. 30 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് ഓവർനൈറ്റ് മിക്സ് ചെയ്ത് വെച്ച് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നന്നായിട്ട് പൗഡർ സ്റ്റോക്ക് ആവും. അപ്പോൾ ഞാനിവിടെ 30 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഹെയറിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഫുൾ ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം ഞാൻ ഹവിന്ദയുടെ നാച്ചുറൽ ഹെയർ കണ്ടീഷണർ എടുക്കുന്നതിന് സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇത് ഞാൻ 30 മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, വെച്ചാലും നല്ലതാണ്. ഞാൻ ഒരു 15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. നമ്മൾ 30 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഹവിന്ദയുടെ ഹെയർ കണ്ടീഷണറും ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇത് വാഷ് ചെയ്തിട്ടില്ല. എൻ്റെ അനിയത്തി ഈ പാക്ക് വാഷ് ചെയ്ത് നേരത്തെ ഇട്ട് ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുള്ള വെറ്റ് ഹെയറിൽ വേണം നമ്മളിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും അവളുടെ ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്ത് അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ അവളുടെ ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് വെറ്റ് ഹെയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറ്റ് ഹെയറിലേക്കാണ് നമ്മളിത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഹെയർ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ അങ്ങാടി കടയിൽ, പച്ചമരുന്ന് കടയിലൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ലാണ് വരുന്നത്. നല്ല രീതിയിൽ ഹെയറിലെല്ലാ ഭാഗത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ തലയിൽ ഹെന്ന അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് ഹെയർ നമ്മളിങ്ങനെ ചുറ്റിക്കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹെന്ന അപ്ലൈ ചെയ്യാൻ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ നന്നായിട്ട് ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15-20 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, ഒരു 15 മിനിറ്റ് നമ്മൾ കുറഞ്ഞത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു ഹെയറാണ്. ഹെയർ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു അവളുടേത്. അതൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.